ഹലോ നമസ്കാരം. കാതോർക്കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോയിലേക്ക് പോകാം. അമ്മ എന്താ ബ്ലൗസ് ഇടാതിരുന്നത്? ആ ഫോട്ടോഷൂട്ട് കണ്ട് മോൻ ചോദിച്ചു. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി രേണുസുതി വിവാദങ്ങളിലും സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിന്നത് ബിഗ് ബോസിൽ കയറാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണെന്നാണ് ഭൂരിഭാഗം ആളുകളും പ്രതികരിച്ച് പറഞ്ഞത്. സോഷ്യൽ മീഡിയയിലും ജനങ്ങൾക്കിടയിലും ലൈവായി നിൽക്കുന്നവർക്ക് ബിബി ഷോയിലേക്ക് അവസരം കിട്ടാറുണ്ട്. ജനങ്ങളുടെ പ്രവചനം ശരിയായിരുന്നു. രേണു ബിഗ് ബോസ് മലയാളം സീസൺ 7-ലെ 19 മത്സരാർത്ഥികളിൽ ഒരാളാണിപ്പോൾ. ഹൗസിലേക്ക് കയറും മുമ്പ് അടുത്തിടെയുണ്ടായ വിവാദങ്ങൾക്കെല്ലാം ഓൺലൈൻ മീഡിയകൾക്ക് നൽകിയ അഭിമുഖങ്ങളിലൂടെ ക്ലാരിഫിക്കേഷൻ നൽകിയാണ് രേണു പോയത്. ഇപ്പോഴിതാ വെറൈറ്റി മീഡിയയ്ക്ക് നൽകിയ രേണുവിന്റെ അഭിമുഖമാണ് ശ്രദ്ധ നേടുന്നത്. ബിഗ് ബോസിൽ അവസരം കിട്ടിയാൽ ടോപ്പ് 5-ൽ എത്തുമെന്നും കപ്പ് അടിക്കുമെന്നും രേണു പറയുന്നു. ബിഗ് ബോസ് കാണാറുള്ള ആളെ അല്ല ഞാൻ. എന്താണെന്ന് പോലും അറിയില്ല. വല്ലപ്പോഴും സ്ക്രോൾ ചെയ്യുമ്പോൾ വരുന്ന ക്ലിപ്പുകൾ കാണാറുണ്ടെന്ന് മാത്രം. ഞാനൊരു സീസൺ പോലും മുഴുവനായി കണ്ടിട്ടില്ല. ഞാനായി മാത്രമേ നിൽക്കൂ. ആരുടെ അടുത്ത് പോയാലും എനിക്ക് പേടിയില്ല. ധൈര്യത്തോടെയാണ് എവിടെയും പോകുന്നത്. എനിക്ക് ഞാൻ തന്നെയാണ് ധൈര്യം പകരുന്നത്. ഞാൻ ഒന്നും പുതുതായി ആർജിച്ച് എടുത്തിട്ടില്ല. പണ്ട് എന്റെ ബോൾഡ്നെസ് ആരും കണ്ടിട്ടില്ല, അത്രമാത്രം. ഞാൻ അഹങ്കാരിയുമല്ല. അഹങ്കരിക്കാൻ മാത്രം എനിക്ക് ഒന്നുമില്ല. ട്രോൾസ് ആസ്വദിക്കുന്നയാളാണ് ഞാൻ. ഒരിക്കലും അത് കണ്ട് ആത്മഹത്യ ചെയ്യാൻ തോന്നിയിട്ടില്ല. എന്നെ നെഗറ്റീവ് പറയുന്നവരോട് എനിക്ക് ഒരു ദേഷ്യവുമില്ല. ആരോടും റിയാക്ട് ചെയ്യുകയുമില്ല. പാർട്ട്ണർ വേണമോ എന്ന് ചോദിച്ചാൽ സുധിച്ചേട്ടന് പകരമാകാൻ ആർക്കും പറ്റില്ല. ഇപ്പോൾ സിംഗിളായി ജീവിക്കാനാണ് താല്പര്യം. എനിക്ക് കിട്ടുന്ന സോഷ്യൽ മീഡിയ ഹേറ്റ് കണ്ട് ഋതുമോൻ എന്നെ വെറുക്കുകയില്ല. ചോദ്യങ്ങളൊക്കെ അവൻ ചോദിക്കാൻ തുടങ്ങി. ബ്രാലസ് സാരിയെടുത്ത് അടുത്തിടെ ഞാൻ ഒരു ഫോട്ടോഷൂട്ട് ചെയ്തിരുന്നു. അതവൻ കണ്ടിട്ട് അമ്മ എന്താ ബ്ലൗസ് ഇടാതിരുന്നത് എന്നാണ് അവൻ ചോദിച്ചത്. മോനെ, അതിൽ ബ്ലൗസ് ഉണ്ടടാ എന്ന് പറഞ്ഞ് ആ സംഭാഷണം ഞാൻ അവിടെ അവസാനിപ്പിച്ചു. വീട്ടിലെ സംസാരം കേട്ടിട്ട് ചോദിച്ചതാണോ എന്നും അറിയില്ലെന്നും രേണു പറയുന്നു. ഗ്ലാമർ ഫോട്ടോഷൂട്ടുകളെ കുറിച്ചും രേണു മനസ്സ് തുറന്നു. ഞാൻ എല്ലായിടത്തു പോകുമ്പോഴും എന്തിനാണ് ചാനലിനെ വിളിക്കുന്നത്? ഓരോ വ്യക്തിക്കും പ്രൈവസി ആവശ്യമുള്ളതാണല്ലോ. അതുകൊണ്ട് ഞാൻ വിളിച്ചു വരുത്തുകയില്ലല്ലോ. പക്ഷേ ആൽബത്തിന്റെയും ഷോർട്ട് ഫിലിമിന്റെയും അണിയറ പ്രവർത്തകർ മീഡിയയെ വിളിക്കാറുണ്ട്. എന്നെ കൊണ്ട് ഇതുവരെ ആൽബവും മ്യൂസിക്കും വീഡിയോയും ചെയ്തവർക്ക് ആർക്കും നഷ്ടം വന്നിട്ടില്ലെന്നാണ് അത് അറിയാൻ കഴിഞ്ഞത്. ഞാൻ വയറ് കാണിക്കുന്നതിന് പെണ്ണുങ്ങളാണ് ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്നതെന്ന് തോന്നുന്നു. അവർക്കിതൊന്നും പറ്റുന്നില്ല. അസൂയയാണ്. പ്രസവിച്ച വയറാണെന്ന് കണ്ടാൽ പറയില്ലെന്ന് എനിക്കറിയാം. പലരും ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താണ് ഇതുപോലുള്ള വയറുണ്ടാക്കുന്നത്. ഞാൻ പിന്നെ ഭക്ഷണം കഴിക്കാറില്ലാത്തതുകൊണ്ട് വയറ് ചാടുന്ന പ്രശ്നമില്ല. എന്നെ കുറ്റം പറയുന്ന സ്ത്രീകൾക്കും ഇങ്ങനെയൊക്കെ കാണിക്കാനും സോഷ്യൽ മീഡിയയിൽ വന്ന് ഓരോന്ന് ചെയ്യാനും ആഗ്രഹം കാണും. 4 പേര് കാണണം, അറിയണമെന്ന് ആർക്കായാലും ആഗ്രഹം കാണുമല്ലോ. അത് അവർക്ക് പറ്റുന്നില്ല. അതിന്റെ ഇറിറ്റേഷൻ കാണും. അതുകൊണ്ട് 4 ചുവരിനുള്ളിൽ നിന്ന് അവർ അത് തീർക്കുമെന്നും രേണു പറഞ്ഞു.